ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെൽത്തിനും പറ്റിയ ഒരു കിഡിലൻ ഹെൽത്തി ജ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പോകുന്നതന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോടെയും കൊടുക്കുക. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് അരിയുമ്പോൾ എപ്പോഴും അതിന് രണ്ട് അറ്റങ്ങൾ കുറച്ച് കയറ്റിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല അതിൻ്റെ തൊലികളൊക്കെ നന്നായിട്ട് കളയണം. ഞാൻ ഇപ്പോൾ ഒരു പീലർ വെച്ചിട്ട് കളയണത്. നിങ്ങളുടെ കയ്യിൽ കത്തി വെച്ചിട്ട് നന്നായിട്ട് തൊലി കളയട്ടെ. ചുരണ്ടി കളയാതെ നമ്മളെപ്പോൾ എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും തോരനും കറി എന്ത് വെക്കുകയാണെങ്കിലും ക്യാരറ്റിൻ്റെ തൊലി നന്നായിട്ട് കളയണം. ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അത്രയും ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അധികം കട്ടിയല്ലാതെ കുറച്ച് തിന്നാക്കിയിട്ട് തന്നെ നമ്മളത് കട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ അതിലധികം വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടി കൂടണ്ട, ഈ ഒരു തിന്നാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചാണ്. അപ്പോൾ 2 സൈസ് ഓറഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് വാലൻസിയ ഓറഞ്ചും അതുപോലെ തന്നെ നമ്മൾ സാധാ തൊലി കളഞ്ഞ് എടുക്കുന്ന ഓറഞ്ചും. ഈ വാലൻസിയ ഓറഞ്ച് പറഞ്ഞാൽ നമ്മൾ തൊലി കളയാതെ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. നല്ല ഗുണങ്ങളുള്ള ഓറഞ്ചാണ് കേട്ടത്. വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ നമ്മളെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനാണെങ്കിലും നമ്മളെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഓറഞ്ച് കഴിക്കുന്നുണ്ട്. ഓറഞ്ച് വെറുതെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അത് ചിലത് ഇളം മധുരമായിരിക്കും, ചിലത് ഒരു പുളി പോലെ ഉണ്ടാവും. എന്നാൽ നമ്മൾ അങ്ങനെ മധുരം ഒന്നും ആഡ് ചെയ്യാതെ ഇത് ഫ്രഷ് ആയിട്ട് അങ്ങനെ കുടിക്കണം കേട്ടോ. ഹെൽത്തിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് വെറുതെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഷുഗറോ ഉപ്പോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഇത് ഹെൽത്തിനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കുരുകളുണ്ടെങ്കിൽ എന്തായാലും കുരുകൾ കളയണം. പക്ഷേ ഇതിന് കുരുവില്ല, ചിലതിന് കുരു വരാറുണ്ട്. നമ്മൾ സാധാ ഓറഞ്ച് എടുക്കുകയാണെങ്കിലും അത് നിങ്ങൾക്ക് എടുക്കാം. അത് എടുക്കുകയാണെങ്കിലും അതിന് സെൻറ്റർ കട്ട് ചെയ്യുക. അപ്പോൾ കുരു നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കുരു ഒന്നും പെടാൻ പാടില്ല. കാരണം കുരു പെട്ടെന്ന് ജ്യൂസ് ഒരു കയ്പ്പരസം വരും. അപ്പോൾ അതുകൊണ്ട് കുരു ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓറഞ്ച് ആണെങ്കിലും നമ്മൾ നോർമൽ ഓറഞ്ച് എടുക്കുകയാണെങ്കിലും ഏത് ഓറഞ്ച് നിങ്ങൾക്ക് എടുക്കാം. ഏതെടുക്കുകയാണെങ്കിലും കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ ജ്യൂസ് അടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് പിന്നെയും ചെറുതാക്കിയിട്ടുണ്ട്. നല്ല ചെറുതാക്കണം. കാരണം നമ്മൾ അധികം വെള്ളം ചേർക്കാതെ അടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചെറുതാക്കിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയിൽ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് ഉണ്ടാവും കേട്ടോ. അധികം വെള്ളം ചേർക്കരുത്. അതുപോലെ തന്നെ ഇത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ചിൻ്റെ ഇടയ്ക്ക് ഒരു 11 മണി നമ്മൾ ലഞ്ച് കഴിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് കഴിക്കുക. അല്ലെങ്കിൽ അപ്പോൾ കഴിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈവനിങ്ങിൽ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു 6-7 മണി ആ ഈവനിങ് ടൈമിലായിട്ട് കുടിക്കാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും ഓറഞ്ചും. അതിന് ശേഷം കുറച്ച് വെള്ളം, നമുക്ക് അറിയാനുള്ള വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരിക. നമ്മളിതിൽ ഷുഗറോ അതുപോലെ തന്നെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പാലോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് കുടിക്കേണ്ടതാണ് കേട്ടോ അതിൻ്റെത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അധികം തരികളൊന്നുമില്ല, വലിയ പീസായിട്ടൊന്നും കെടുക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാം കട്ട് ചെയ്യുമ്പോൾ കനം കുറഞ്ഞിട്ടും ചെറുതാക്കിയിട്ടും കട്ട് ചെയ്യാൻ പറയണത് കേട്ടോ. ഒരുപാടൊക്കെ വലുതാക്കിയാൽ ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ജ്യൂസ് നമ്മൾ അരിക്കുന്നില്ല കേട്ടോ. അരിക്കാതെ അങ്ങനെ ഫ്രഷ്നിൽ വേണം കുടിക്കാൻ. അരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിറ്റാമിനൊക്കെ പോവും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓറഞ്ച് അല്ലേ അതിൻ്റെ ഒരു എന്തെങ്കിലും ഓറഞ്ചിൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സാധാരണ ഒരു ജ്യൂസ് അരിച്ച് കുടിക്കുന്ന പോലെ തന്നെ ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് അരിക്കാതെ ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കുക. അപ്പോഴാണ് അതിൻ്റെ വിറ്റാമിനൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് ക്യാരറ്റ് വേവിക്കണമെന്ന്. ക്യാരറ്റ് ഫ്രഷ് ആയിട്ട് അടിച്ച് ജ്യൂസ് അടിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനൊക്കെ നല്ലത്. ക്യാരറ്റിൻ്റെ ആ പച്ച ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം ക്യാരറ്റ് വേവിച്ചിട്ട് ജ്യൂസ് അടിച്ചാൽ മതി. പക്ഷേ ഏറ്റവും നല്ലത് വേവിക്കാതെ അടിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.